ഓക്കെ, നമ്മൾ ആരംഭിക്കാമെന്ന് പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടന വന്ന വഴികൾ ക്ലിയർ. അപ്പോൾ നമ്മൾ എപ്പോഴും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ടത്, നമുക്ക് സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞുള്ള ബ്രിട്ടീഷ് പൊളിറ്റിക്സ് നോക്കാം. അവിടെയാണ് നമ്മുടെ ഇൻഡിപെൻഡൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുള്ളത്. അതായത് ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ, രണ്ടാം ലോക മഹായുദ്ധത്തിൽ അഫ്കോഴ്സ് ബ്രിട്ടൻ ജയിച്ചു, സഖ്യകക്ഷികൾ ജയിച്ചു. പക്ഷേ എക്കണോമിക്കലി ബ്രിട്ടൻ തകർന്നു പോയി. ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞപ്പോഴേ ബ്രിട്ടീഷ് എക്കോണമി മോശമായിരുന്നു. ബട്ട് ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ ബ്രിട്ടീഷ് എക്കോണമി തകർന്നു പോയി. അപ്പോൾ ആ ഒരു അവസരം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമകളായിരുന്നു അല്ലേ? അതായത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ എല്ലായിടത്തും എപ്പോഴും സൂര്യൻ ഉണ്ടാകുമായിരുന്നു. ഇന്ത്യയും അല്ലെങ്കിൽ ഏഷ്യയും അമേരിക്കൻ കോണ്ടിനൻസും എല്ലാം ബ്രിട്ടന്റെ കൺട്രോളിലായിരുന്നു. അതുകൊണ്ട് തന്നെ സൺ നെവർ സെറ്റ്സ് ഇൻ ദെയർ ടെറിട്ടറി, അത്രയും വലുതായിരുന്നു. പക്ഷേ ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ ബ്രിട്ടീഷ് എക്കോണമി തകർന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് തങ്ങളുടെ കോളനി, ആ രാജ്യത്തിന്റെ കാര്യം പോലും കഴിയുന്നില്ല, പിന്നല്ലേ കോളനിയുടെ കാര്യം. അപ്പൊ ആ സമയത്താണ് ബ്രിട്ടനിൽ ജനറൽ ഇലക്ഷൻ ഉണ്ടാകുന്നത്, പൊതു തിരഞ്ഞെടുപ്പുണ്ടായി. ആ ഇലക്ഷനിൽ മത്സരിച്ച ലേബർ പാർട്ടി അല്ലെങ്കിൽ ആ ലേബർ പാർട്ടിയുടെ നേതാവായ ക്ലെമന്റ് ആറ്റ്ലി, ഈ ലേബർ പാർട്ടിയുടെ ഒരു ഇലക്ഷൻ അജണ്ടയായിരുന്നു, ഞങ്ങൾ ജയിച്ചാൽ കോളനികൾക്ക് സ്വാതന്ത്ര്യം നൽകാമെന്നുള്ളത്. അഫ്കോഴ്സ് ഇറ്റ് വാസ് എ ഇലക്ഷൻ അജണ്ട ഓഫ് ദ ലേബർ പാർട്ടി. ലേബർ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടിയും, ദീസ് ആർ ദ ടു മേജർ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ബ്രിട്ടൻ. ബ്രിട്ടനിലെ രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളാണ് ലേബർ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടിയും. അമേരിക്കയിൽ ലിബറൽസും ഡെമോക്രാറ്റും പോലെ ബ്രിട്ടനിലെ രണ്ട് മേജർ പാർട്ടികളാണ് ഇത്, ലേബർ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടിയും. അപ്പൊ ആ ലേബർ പാർട്ടിയുടെ നേതാവായ ക്ലെമന്റ് ആറ്റ്ലി ഇലക്ഷൻ അജണ്ടയായിരുന്നു, ഞങ്ങൾ ജയിച്ചാൽ വിൽ ഗ്രാൻഡ് ഇൻഡിപെൻഡൻസ് ടു ഓൾ ദ കോളനീസ്. ആ ഇലക്ഷൻ ലേബർ പാർട്ടി ജയിച്ചു. ലേബർ പാർട്ടിയുടെ നേതാവായ ക്ലെമന്റ് ആറ്റ്ലി ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററായി. ആഫ്റ്റർ ദ ജനറൽ ഇലക്ഷൻ, ലേബർ പാർട്ടീസ് ലീഡർ ക്ലെമന്റ് ആറ്റ്ലി, he became the prime minister of Britain. അങ്ങനെ ക്ലെമന്റ് ആറ്റ്ലി എന്ന ആൾ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആവുമ്പോഴാണ് that Clement Attlee, he sent a mission to India. Who? Clement Attlee, the former prime minister of Britain and the leader of Labour Party, sent a mission to India. You know that mission? Yes, it is cabinet mission. Which one? Cabinet mission. Who sent cabinet mission to India? Clement Attlee. Who was Clement Attlee? He was the leader of Labour Party and he is the former Prime Minister of Britain. He sent a mission to India, that is cabinet mission. എന്ന് 1946 February 19, must remember that date, that year. ആ വർഷം മറക്കരുത്, ആ ഡേറ്റ് മറക്കരുത്. 1946 ഫെബ്രുവരി മാസം 19 തീയതി the British Parliament or the British government decided to send cabinet mission to India. 1946 ഫെബ്രുവരി മാസം 19 തീയതി ബ്രിട്ടീഷ് ഗവൺമെന്റ് തീരുമാനിക്കുന്നു എന്ത്? cabinet mission ഇന്ത്യയിലേക്ക് വിടാൻ. So when did the British government decided to send cabinet mission to India? It was in 1946, February 19. When did they reach India? എന്നാണ് അവർ ഇന്ത്യയിലെത്തിയത്? That was 1946 March 24. 1946 മാർച്ച് 24 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തി. 46 ഫെബ്രുവരി 19 ബ്രിട്ടീഷ് പാർലമെന്റ് ഡിസൈഡ് ചെയ്തു, ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡിസൈഡ് ചെയ്തു എന്ത്? ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് വിടാൻ. അപ്പൊ മറക്കരുത്, ഓർത്തോളുക, ഹൂ സെന്റ് ക്യാബിനറ്റ് മിഷൻ ടു ഇന്ത്യ? യെസ്, ദ ഫോർമർ പ്രൈം മിനിസ്റ്റർ ഓഫ് ബ്രിട്ടൻ ആൻഡ് ലീഡർ ഓഫ് ലേബർ പാർട്ടി Clement Attlee. When did the British government decided to send cabinet mission to India? Yes, 1946 February 19, and cabinet mission reached India on 24th March 1946. Clear? Are you okay? Comfortable? Happy?
Okay, thank you. So, next one, who are the members of this cabinet mission? അതെനിക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. Who are the members of this cabinet mission? Yes, it is Lawrence, Alexander, yes, Cripps. Lawrence, Alexander, Cripps. Stafford Cripps, Patrick Lawrence and A.V. Alexander are the members of this cabinet mission. So, who are the members of cabinet mission? Lawrence, Alexander, Cripps. Who are the members? Lawrence, Alexander, Cripps. Clear? Clear? Who sent cabinet mission to India? Former Prime Minister and leader of Labour Party, Clement Attlee. When did the British government decided to send cabinet mission to India? 1946, February 19. And the mission reached India on 24th March 1946. And who are the members of this mission? Lawrence, Alexander and Stafford Cripps. Now the next question, cabinet mission plan. What? Cabinet mission plan. 1946, May 16. This is the most important day. Indian constitution ബന്ധപ്പെടുമ്പോൾ, Indian politics ബന്ധപ്പെടുമ്പോൾ, this is the most important day and year. 1946, May 16, cabinet mission plan. According to this plan, a constituent assembly was formed in our country. According to the cabinet mission plan of 1946, May 16, constituent assembly was formed. 1946 മെയ് 16 cabinet mission പദ്ധതി അനുസരിച്ചാണ് എന്തുണ്ടാകുന്നത്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇന്ത്യയിൽ ഉണ്ടാവുന്നത്. ക്ലിയർ? മറക്കരുത്. ദിസ് പ്ലാൻ എന്താണ്? എ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വാസ് ഫോംഡ് ഇൻ അവർ കൺട്രി. ക്ലിയർ? ഇനി നമുക്ക് ഇതിനെ കുറിച്ച് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഉണ്ടായി. യു നോ ദ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദിസ് അസംബ്ലി? യു നോ ദ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദിസ് അസംബ്ലി? യെസ്, ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി is 389. Total strength of the Constituent Assembly 389. Out of this, ഓർക്കണം, ഈ നമ്പറുകൾ മറക്കരുത്. ഈ 389-ൽ യെസ് 292 പേരെ ബ്രിട്ടീഷ് പ്രോവിൻസിൽ നിന്നായിരുന്നു. 93 പേരെ പ്രിൻസ്ലി സ്റ്റേറ്റിൽ നിന്നായിരുന്നു. 4 പേരെ ചീഫ് കമ്മീഷണേഴ്സ് പ്രോവിൻസിൽ നിന്നായിരുന്നു. നോക്ക്, 9, 18, 3. ക്ലിയർ? ഔട്ട് ഓഫ് ദിസ് 389, 292 members were elected. 292 members were elected from British province. British province means area which directly controlled by the British government. British governmentന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ. പ്രിൻസ്ലി സ്റ്റേറ്റ് നാട്ടുരാജാക്കന്മാരുടെ നിയന്ത്രണത്തിൽ. എത്ര മെമ്പേഴ്സ്? 93 members from princely state and 4 from chief commissioners province. ബോഡി നോക്കരുത്. ലുക്ക് അറ്റ് മീ, എന്നെ നോക്കി പറ. എന്നാണ് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ? 1946 May 16. അതുമൂലം എന്തുണ്ടായി? അക്കോർഡിംഗ് ടു ദാറ്റ് പ്ലാൻ, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വാസ് ഫോംഡ്. ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ അസംബ്ലി 389. വെരി ഗുഡ്. ഔട്ട് ഓഫ് ദാറ്റ് 292 from British province, 93 from princely state and 4 from chief commissioners province. You know which are the 4 chief commissioners province? ഞാൻ പറഞ്ഞല്ലോ, ബ്രിട്ടീഷ് പ്രോവിൻസ് ഉണ്ട്, പ്രിൻസ്ലി സ്റ്റേറ്റ് ഉണ്ട്, ദെൻ ചീഫ് കമ്മീഷണേഴ്സ് പ്രോവിൻസ് ഉണ്ട്. അങ്ങനെ 4 ഏരിയയിൽ 3 ഏരിയയിൽ നിന്നാണ് എടുത്തത്. അപ്പൊ ഏതാണ് ഈ 4 ചീഫ് കമ്മീഷണേഴ്സ് പ്രോവിൻസ്? മറക്കരുത്, ചോദിച്ചിട്ടുണ്ട്. ഒരു ചോദ്യം ഇതായിരുന്നു, എത്ര ചീഫ് കമ്മീഷണേഴ്സ് പ്രോവിൻസ് എന്ന് ചോദിച്ചായിരുന്നു. അതിന്റെ ആൻസർ 4. ഏതൊക്കെയാണത്? 1 ഡൽഹി, 2 കൂർഗ്, 3 അജ്മീർ മേവാർ, 4 ബ്രിട്ടീഷ്
ബലൂചിസ്ഥാൻ. 4 ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ. So which are the 4 chief commissioners provinces? Delhi, Coorg, Ajmer, Mewar, British Baluchistan. Which are the 4 chief commissioners provinces? Delhi, Coorg, Ajmer, Mewar. British Baluchistan. These are the 4 chief commissioners provinces. Clear? So you just go through the composition of Constituent Assembly. That's very important. Please go through the composition. Total strength of the Assembly. 389. Out of that, go through that. Out of that, 292 members from British province. Then 93 members from Princely State. Then 4 members from Chief Commissioners Province. Marakaride. Total strength 389. British province area directly controlled by the British government. ബ്രിട്ടീഷുകാരന്റെ നേരിട്ടുള്ള നിയന്ത്രണം. Princely State നാട്ടുരാജ്യങ്ങൾ. Chief Commissioners Province പ്രത്യേക ടെറിട്ടറികൾ 4 ഡൽഹി, കൂർഗ്, അജ്മീർ, മേവാർ, ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ. ക്ലിയർ? ഇനി ഇവിടെ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ 389 292 കണ്ടല്ലോ ബ്രിട്ടീഷ് പ്രോവിൻസ്. അവിടെയാണ് ഇലക്ഷൻ നടന്നത്. Election to the Constituent Assembly that were held in 1946 July August. 1946 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഈ 292 ബ്രിട്ടീഷ് പ്രോവിൻസിലേക്കുള്ള ഇലക്ഷൻ നടന്നത്. ക്ലിയർ? 46 1946 ജൂലൈ ഓഗസ്റ്റ്. ഇവിടെ മാത്രമേ ഇലക്ഷൻ നടന്നോളൂ. പ്രിൻസിലി സ്റ്റേറ്റിൽ സെലക്ഷൻ ആയിരുന്നു. ഓക്കെ, ഇലക്ഷൻ ടു ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേർ ഹെൽഡ് ഇൻ 1946 ജൂലൈ ഓഗസ്റ്റ്. ഈ 292-ൽ that you must remember, ഈ 292-ൽ 210 ജനറൽ സീറ്റ് ആയിരുന്നു. ക്ലിയർ? 78 മുസ്ലിം റിസർവേഷൻ ആയിരുന്നു. 4 സിഖ് റിസർവേഷൻ ആയിരുന്നു. ഇത് പഞ്ചാബിലാണ്. ക്ലിയർ? ഔട്ട് ഓഫ് ദാറ്റ് 292, കണക്കുകൾ മറക്കല്ലേ പ്ലീസ് ഗോ ത്രൂ ദാറ്റ്. എളുപ്പമാണത്. 292-ല് എത്ര? 210 ജനറൽ സീറ്റുകൾ. 78 മുസ്ലിം റിസർവേഷൻ, 4 സിഖ് റിസർവേഷൻ. ക്ലിയർ? ലിസൺ ടു മീ വൺസ് അഗൈൻ. ഒന്ന് നോക്കി ഇങ്ങോട്ട്. എത്ര? 292. എത്ര ജനറൽ സീറ്റാ? എത്ര? 210. എത്ര മുസ്ലിം റിസർവേഷൻ? 78. എത്ര സിഖ്? 4. അപ്പൊ ഓർക്കട്ടെ, എത്രയാണ്? 210 ജനറൽ, 78 മുസ്ലിം റിസർവേഷൻ, 4 സിഖ് റിസർവേഷൻ. ഇനി നോക്കാം, ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. ഈ 210-ല് INC കേട്ട് കാണുമല്ലോ. Indian National Congress, the organization through which we got independence. ഈ ഒരു സംഘടന ഉള്ളത് കൊണ്ട് മാത്രം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഇന്നും ഇന്ത്യക്കാർ അഭിമാനത്തോട് ഓർക്കുന്ന an organization, INC ഇപ്പൊ ഇല്ല. INC എന്ത് ചെയ്തു? 1969-ൽ സ്പ്ലിറ്റ് ആയിപ്പോയി. അത് പിന്നെ പറയാം. that INC got 199. ഈ 78 മുസ്ലിം റിസർവേഷൻ ഇല്ലേ, അതില് 73 സീറ്റ് മുസ്ലിം ലീഗിന്, 3 സീറ്റ് INCക്ക്. പിന്നെ 4 സിഖ് റിസർവേഷൻ ഇല്ലേ, അതിലും 3 സീറ്റ് INCക്ക്. ക്ലിയർ? പിന്നെ അവിടെ പറഞ്ഞില്ലേ ചീഫ് കമ്മീഷണേഴ്സ് പ്രോവിൻസ് 4 എന്ന് പറഞ്ഞില്ലയോ? ഈ 4-ല് 3 സീറ്റ് ആർക്ക് കിട്ടി? അതും INCക്ക് കിട്ടി. എവിടുന്നാ? 4 ചീഫ് കമ്മീഷണേഴ്സ് പ്രോവിൻസ് ഇല്ലയോ, അതിൽ ഡൽഹി, കൂർഗ്, അജ്മീർ, മേവാർ, ഇത് 3ഉം INC കിട്ടി. ക്ലിയർ? അപ്പൊ 292-ല് ഇലക്ഷൻ നടന്നു. അതിൽ എത്ര ജനറൽ സീറ്റ്? 210. INCക്ക് എത്ര കിട്ടി? 199. ഒന്ന് നോക്കണേ പ്ലീസ്. ഗോ ത്രൂ ദിസ്. കണ്ടോ? 78 മുസ്ലിം റിസർവേഷൻ, മുസ്ലിം ലീഗിന് 73, INCക്ക് 3.
ദെൻ 4 സിക്ക് റിസർവേഷനിലും 3 സീറ്റ് INCക്ക്. പിന്നെ 4 ചീഫ് കമ്മീഷണേഴ്സ് പ്രോവിൻസ് ഞാൻ പറഞ്ഞില്ലയോ, 4 ചീഫ് കമ്മീഷണേഴ്സ് പ്രോവിൻസിലും 3 ആർക്ക് INCക്ക്. അപ്പൊ INCക്ക് എത്ര പേരുണ്ടായിരുന്നു? 199 പ്ലസ് 3 202, പിന്നെ പ്ലസ് 3 205 പ്ലസ് 3 208. കണ്ടോ? 199 202 205 208. അപ്പൊ ടോട്ടൽ ഇലക്ടഡ് സ്ട്രെങ്ത് ഓഫ് INC in the Constituent Assembly or total strength of INC in the Constituent Assembly എത്രയാണ്? ടോട്ടൽ സ്ട്രെങ്ത് ആരുടേത്? INC എത്രയാണ്? 202 205 208. എത്ര? 208. 208 ആണ് INCയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി 389. After that 292 British province, 93 princely state, 4 chief commissioners province. Which are the 4 chief commissioners province? Yeah, come on. Delhi, Coorg, Ajmer Mewar, British Balochistan. Election നടന്നത് എവിടാ? 292 ബ്രിട്ടീഷ് പ്രോവിൻസ്. ആ 292 210 ജനറൽ സീറ്റ്, INCക്ക് 199. 78 മുസ്ലിം റിസർവേഷൻ, മുസ്ലിം ലീഗിന് 73, INCക്ക് 3. 4 സിക്ക് പഞ്ചാബിലുണ്ടായിരുന്നു, അതിലും 3 ആർക്ക്? INCക്ക്. 4 ബ്രിട്ടീഷ് 4 ചീഫ് കമ്മീഷണേഴ്സ് പ്രോവിൻസിലും 3 INCക്ക്. സോ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് INC ഇൻ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി 208 പേരാണ്. This is the composition of Constituent Assembly. Clear? Comfortable? Happy? Okay, good.